ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇട്ടൊന്ന് ഡേ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയ്ക്ക് പോവാണ്. ഇതാ ലച്ചു എണീറ്റിട്ടില്ല കേട്ടോ. ലച്ചുവിന് കണ്ടോ ബാഗും കിടക്കണോടത്ത് തന്നെ ബാഗൊക്കെ വെച്ചിട്ടാണ് കിടക്കട്ടോ. സ്കൂൾക്ക് പോകാനുള്ളതാണ് 2 ബാഗൊക്കെ. അപ്പോൾ അത് ആ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. നമ്മൾ രാവിലെ ചായൻ്റെ കടി ഉണ്ടാക്കാനൊക്കെ നോക്കണം ലച്ചെണീക്കുന്നതിന് മുന്നേ. അപ്പോൾ തലേ ദിവസം രാത്രി അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ സിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയുക റെഡി ആവുകയാണ്. എന്താ അരിയൊക്കെ എടുത്ത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിയപ്പ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്താണ് മാവ് ലൂസായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് ലേശം ആവശ്യത്തിന് മാത്രം ഉപ്പിടുക കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ലൂസാക്കി കലക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ എന്താ പറയുക സിയപ്പം ചൂടാൻ വേണ്ടി ചട്ടിയൊക്കെ ചൂടാവണതിൻ്റെ തിരക്കൂടെ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ അല്ല ഒരു ഗ്ലാസ് ചായ കുടിക്കലുണ്ട്, പതിവുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ ചായ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാം കേട്ടോ. അപ്പോഴേക്ക് ചട്ടിക്ക് ചൂടായി വന്നതിന് ശേഷമല്ലേ നമുക്ക് സിയപ്പം ചുടാൻ കഴിയുള്ളൂ. ഉണ്ടോ ഇതാണ് കേട്ടോ ചായ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായ മാത്രമല്ല കേട്ടോ, ചായൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു പതിവുണ്ട്, മധുരമുള്ള എന്തെങ്കിലും ഒരു ബേക്കറി ആ സമയത്ത് വേണം. എന്താണെങ്കിലും വേണ്ടില്ല അല്ലേ, നല്ല മധുരമുള്ളത് വേണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചായ എടുത്ത് കഴിഞ്ഞ് എന്താ ഒരു കേക്ക് പോലുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ചായ കുടിക്കാനൊരുങ്ങ കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മൾ സിയപ്പം ചേർന്ന് സിയപ്പൊക്കെ ചുണ്ണീൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അതിലേക്കുള്ള കറി, അതിലേക്ക് മാത്രമല്ല
ഉച്ചക്കത്തേക്കുള്ള ചോറുക്കുള്ള കറിയും കൂടെ കേട്ടോ. മീൻ മുളകിട് ആണ്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇങ്ങനെ എടുത്ത് ഇതുണ്ടോ, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചതക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, എടുത്തിട്ടുണ്ട്. അപ്പം അതും അതുപോലെ എന്താ പറയുക, മീനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുക ഫുള്ളായിട്ട്, കാരണം നമ്മൾ വീഡിയോ നമ്മൾ തന്നെ എടുക്കണോണ്ടേ അപ്പം അതിൻ്റേതായ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്താ പറയുക ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക അല്ലേ വെച്ചു. നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടോ, കണ്ടില്ലേ. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് എന്താ പറയുക, ഒരു സവാള എടുത്തിട്ട് ചെറുതാക്കി സ്ലൈസാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഉലുവ ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കണ്ടില്ലേ സീയപ്പം അവിടെ അങ്ങ് റെഡി ആയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ദാ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കണേ, കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് സവാള അതൊക്കെ വഴറ്റി വരുമ്പോൾ അതിന് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിൽ ആ കറി പിന്നെ ഒന്നിനും പറ്റില്ല, കാരണം ഒരു കയ്പ്പ് രസം വരും, വേറെ ഒന്നുമല്ല, അതാണ്ടാവുക. അപ്പോൾ സവാള നല്ല വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടോ, അപ്പോൾ നമ്മൾ സവാള വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് തക്കാളി, പച്ചമുളക്, ഇതുണ്ടോ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ച് തക്കാളി ഉണ്ട്, അതുപോലെ പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ എന്താ അവിടെ കറിവേപ്പിൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കറിവേപ്പ്, കണ്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മൂടി വെച്ചിട്ട് വഴന്ന് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് ഇതാക്കാം. മസാല പൗഡറുകളൊക്കെ നമ്മൾ എന്താ വഴന്ന് വന്ന സവോള തക്കാളിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി അധികം യൂസ് ചെയ്യലില്ല, ഈ മുളക് ഇടല്ലേ അപ്പോൾ അതിന്. പിന്നെ മല്ലിപ്പൊടി അധികം വേണ്ട, ഒരു കുറച്ച്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുക മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി കൂടുതലെടുത്താലേ കറിക്കൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ 2 ടീസ്പൂൺ പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, അതുപോലെ കുറച്ച്, വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, ഉപ്പ്. അപ്പോൾ അതാ നമ്മൾ സവോളയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിഞ്ഞ് പോവാതെ നോക്കണേ. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ മസാല പൗഡറുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കറിക്കൊരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ ആ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
കറിക്കൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവോളയും അതുപോലെ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതൊന്നും വേണ്ടാത്ത ആളുകൾക്ക് വെറും മസാലപ്പൊടികൾ ഇട്ടിട്ട് പുളി ഒഴിച്ച് മീനിട്ട് എന്താ പറയുക അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ വെക്കുന്നൊരു സ്റ്റൈലാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും മീൻ മുളകിട്ടതൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ കുടംപുളിയാണ് ചേർക്കാറ് കേട്ടോ. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ ലച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം കുടംപുളി ഒഴിവാക്കി. കുടംപുളിയാണ് മീൻ കറിയിലൊക്കെ ടേസ്റ്റും എന്താ പറയുക വളംപുളിനെക്കാട്ടിലും നല്ലതും. തീയപ്പം ഇവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മീൻ മുളകിട്ടത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി പിഴിഞ്ഞ് ഒഴിച്ച് പിന്നെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ആവശ്യമായ എന്താ വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് കറി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുണ്ടോ പേതലാണ് കേട്ടോ മീൻ, കഷ്ണ മീനാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് വെന്തൊക്കെ മൂടി വെക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറുണ്ട്. പയറെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. കട്ട് ചെയ്യണമെന്ന് കാണിക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികളല്ലേ, പയറൊക്കെ ആണെങ്കിലും നല്ല കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയതിൻ്റെ ശേഷം അരിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്തെങ്കിലും പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് അരിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ട് ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് നല്ലോണം കഴുകിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കുക. പിന്നെ അതുപോലെ നമ്മളിത് അരിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെക്കും ചെയ്യും കേട്ടോ. മീൻകറിയൊക്കെ ഏകദേശം സെറ്റായി കേട്ടോ. നമുക്കിത് ഇനി ഓഫ് ചെയ്യാം. അതൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് കയ്യിലിട്ട് ഇളക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ചട്ടി. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻകറി സെറ്റ് കേട്ടോ. ഇതാ മീൻ ഇതേപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ലച്ചുവിന് ഈ കറി ഇഷ്ടമല്ല. അപ്പോൾ അതിന് ഒക്കെ വേണ്ടി രണ്ട് കഷ്ണം എടുത്തിട്ട് പൊരിക്കുകയാണ്. അപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ എന്ത് വേണമെന്നാണ് പറയണ്ടേ. മീൻ അങ്ങനെ കൊടുത്തയക്കാറില്ല. പിന്നെ ഇങ്ങനെയുള്ള കഷ്ണം മീനൊക്കെ ആകുമ്പോൾ സ്മെല്ല് കുറവാകുമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കുക. ഞാൻ കണ്ടില്ലേ, ഇത് ഉപ്പേരിക്ക് അരിഞ്ഞതാണ് പയർ. നമ്മൾ എത്ര കഴുകിയാണ്ട് എന്താ അരിഞ്ഞാലും കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കും കേട്ടോ. കാരണം നമ്മൾ എവിടേക്കോ ഇട്ടിട്ട് വരുന്നതല്ലേ, പൊടിയുണ്ടോ അഴുക്കുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം അങ്ങനെ കഴുകിയിട്ട് പിന്നെ കഴുകിയെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. ആ കിച്ചൺ ഫുള്ള് ക്ലീനായിട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഇപ്പം എല്ലാം റെഡിയായി. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായിട്ടോ. ഇനി ബാക്കിയുള്ള ലച്ചുവിനെ വിളിച്ചുണർത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഗൈസ്, നമ്മളെ ലച്ചു കണ്ടില്ലേ, രാവിലെ
ഉണർന്ന പാടെ ഇതാ ബാഗ് കുട്ടി ടോയ്സുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അതെന്താ കുട്ടീൻ്റെ കഴുത്ത് ഒടിഞ്ഞണോ? കുട്ടി അതാ കഴുത്ത് താഴ്ത്തി കിടക്കണ്. നോക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഉണർന്നിട്ടില്ല. ഇതെന്താ കയ്യുമ്മലൊക്കെ പതാകൻ. ആഗസ്റ്റ് ഇവിടെ കഴിയാനായിട്ടോ. കയ്യുമ്മൽ കണ്ടോ മുത്തൊക്കെ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിക്കണില്ലേ? അപ്പോൾ രാവിലെ എണീറ്റ് നിസ്കരിക്കണമൊന്നുമില്ല ലച്ചുവോ? നിസ്കരിക്കില്ലേ? ഇല്ലേ? അതെന്താ നിസ്കരിക്കാത്തത്? ഇതെന്താ നിസ്കരിക്കാത്തത് പറഞ്ഞോണ്ടാ? എന്താ കണ്ടില്ല? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കിടക്കണ സ്ഥലത്ത് ടോയ്സൊക്കെ വെച്ച്? രാവിലെ നീച്ച് വന്നിട്ടില്ല. എന്നിട്ട് അതിന് മുന്നേ തന്നെ ടോയ്സൊക്കെ വെച്ച് ഭയങ്കര കളിയാണ്. ബാഗ് 2 എണ്ണം, ഒന്ന് മദ്രസക്ക് ഉള്ളതും ഒന്ന് സ്കൂൾക്കുള്ളതും റെഡിയാക്കി വെച്ചിരിക്കണ്. പക്ഷേ ആൾ പോയിട്ടില്ല എന്നുള്ളൂ. ആളിവിടെ എണീറ്റിട്ടില്ല. ഏയ് ഒന്ന് പറയുമോ എന്തെങ്കിലും ഒന്ന്? എന്താ നിസ്കരിക്കാത്തത് പറഞ്ഞില്ല? നിസ്കരിക്കാത്തത് എന്താ? പല്ലൊക്കെ തേച്ചോ? കുളിച്ച് പല്ലൊക്കെ തേച്ചാ? എന്താ കുളിക്കൊന്നും വേണ്ടേ? കണ്ടില്ലേ? ഇതാണ് ലച്ചുവിൻ്റെ ബെഡ്റൂമിൻ്റെ അവസ്ഥ. കണ്ടില്ലേ? ഞാൻ ഇന്നലെ കാണുന്നത് ഡേ മൈ ലൈഫ് അല്ല, ഹോം ടൂർ ചെയ്തപ്പോൾ കാണിച്ചു തന്നിരുന്നു. നമ്മൾ ലച്ചു ആണ് ഈ കിടക്കുന്നത് കേട്ടോ. ലച്ചുവിൻ്റെ പേടിക്ക് ബാഗ് കുട്ടി ടോയ്സുകളെല്ലാം ഉണ്ടാവും. എന്താ പറയുക, എല്ലാം ഇവിടെ പോയി കിടക്കണ പോലെ കല്ലും മുള്ളും എല്ലാം കുത്തും അന്ന് ലച്ചു അല്ലേ? നോക്കട്ടെ മൈലാഞ്ചി. പുതപ്പൊക്കെ എടുത്തച്ചോ? റെഡി ആയില്ലേ? പുതപ്പൊക്കെ എടുത്തച്ച്. ഓ മൈലാഞ്ചിയൊക്കെ ഇട്ടിക്കണേ. നീ വാ. നമുക്കെന്താ കല്യാണം ഉണ്ടോ അതോ പെരുന്നാളുണ്ടോ? രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് റെഡിയായി സ്കൂൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾക്ക് എന്ന് പറഞ്ഞാൽ ബഡ്സ് സ്കൂൾക്കാണ്, സ്പെഷ്യൽ സ്കൂൾക്കാണ് പോണേ. അവിടെ തെറാപ്പി ഉണ്ട്. അപ്പോൾ തെറാപ്പിക്ക് വേണ്ടി പോവാണ്. സ്പീച്ച് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ ലച്ചുവിന്. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂൾക്കാണ് അധികം പോവൽ. നമ്മൾ സാധാ സ്കൂൾക്കും പോവും, പക്ഷേ അവിടെ തെറാപ്പിസ്റ്റ് ഇല്ലല്ലോ സാധാ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂൾക്ക് പോണത്. ലച്ചുവിന് നല്ലോണം വേണ്ടത് സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ്. കാരണം തീരെ ഒന്നും അറിയില്ല, നമ്മൾ ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പോൾ ആ സ്കൂളിൽ ഏകദേശം എത്തിയിട്ട് അവർ ഇറങ്ങാക്കി. അപ്പോൾ സ്കൂളിലെത്തിയിട്ടോ. ഇത് പേലേപ്പുറം ബഡ്സ് സ്കൂൾ, അതായത് നമ്മൾ തൃക്കലങ്കോട് പഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂളാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ തെറാപ്പിക്ക് പോയി.